ഹായ്, ഇന്ന് എളുപ്പത്തിലൊരു കൊഞ്ച് കറി ഉണ്ടാക്കിയാലോ. പാൻ ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഇളക്കി 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് മീഡിയം ഹീറ്റിൽ വെച്ച് നന്നായി വഴറ്റിയെടുക്കാം. 2 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും 2 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് മീഡിയം ഹീറ്റിൽ വെച്ച് തന്നെ നന്നായി വഴറ്റിയെടുക്കണം. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളിയും ഒരു ചെറിയ കഷ്ണം കുടംപുളിയും 1 കപ്പ് ചൂടുവെള്ളവും 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി യോജിപ്പിച്ച് 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം. 5 മിനിറ്റിന് ശേഷം തുറന്ന് തക്കാളിയൊക്കെ നന്നായി വെന്തിട്ടുണ്ടോ നോക്കുക. ഈ സമയത്ത് തന്നെ ഉപ്പും എരിവും പാകത്തിനനുസരിച്ചായോ എന്നും കൂടി നോക്കാം. വേണമെങ്കിൽ രണ്ടാമതും ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇതിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. കൂടെ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം. 5 മിനിറ്റ് നന്നായി ഇളക്കി ചെറുതായി തിളച്ചു തുടങ്ങുന്ന സമയത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഞ്ചിൻ്റെ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കൊഞ്ചിൻ്റെ കഷ്ണങ്ങളെല്ലാം ഗ്രേവിയിലേക്ക് നന്നായി യോജിപ്പിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ച് ഉടയാതെ ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കണം. ഇനി അടച്ചു വെച്ച് 10 മിനിറ്റ് മീഡിയം ഹീറ്റിൽ വേവിച്ചെടുക്കാം. 10 മിനിറ്റിന് ശേഷം അടപ്പ് തുറക്കാം. ഇനി 5 മിനിറ്റ് നേരം തുറന്ന് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. 5 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക, അടച്ച് മാറ്റി വെക്കുക. ഇനി ഒരു പാൻ ചൂടാക്കി 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് അത് ചൂടായി വരുമ്പോൾ കടുകും ഉലുവയും കൂടി പൊട്ടിച്ചെടുക്കാം. ഇതിലേക്ക് ചെറിയുള്ളി അരിഞ്ഞതും പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കാം. കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായി യോജിപ്പിച്ച് ഇത് ആ ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 മിനിറ്റ് നേരം അടച്ചു വെച്ചതിന് ശേഷം തുറക്കുക. നമ്മുടെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന കൊഞ്ച് കറി റെഡി.